അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ നാം എവരെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ പലരും പല മുറാദുകൾ പറയാറുണ്ട്. സർവശക്തനായ അള്ളാഹു അവരെല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നാം പറയുന്നത് നാം സാധാരണ പച്ചക്കറി വർഗങ്ങളിൽപ്പെട്ട സാധാരണ നമ്മുടെ വീട്ടിൽ പാകം ചെയ്യുന്ന നാം ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചാണ്. ചൊരക്ക എന്ന് പറയും. ഓരോ നാട്ടിൽ പല പേരുകളായിരിക്കും. ഇൻഷാല്ലാ ഞാൻ വീഡിയോയിൽ അത് കാണിച്ചു തരാം. ചൊരക്ക എന്ന് പറയുമ്പോൾ അള്ളാന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്ത് പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ ഹദീസുകൾ ധാരാളം വന്ന ഒരു പച്ചക്കറി വർഗങ്ങളിൽപ്പെട്ടതാണെന്ന് ചൊരക്ക. ധാരാളം മരുന്നുകൾക്ക് അത് ശിഫയാണ്. ധാരാളം ഫായിദകൾ പ്രയോജനം അതുകൊണ്ടുണ്ട്. നമ്മിനി ചൊരക്കണ്ട വിട്ടുകളയില്ല. എല്ലാത്തിനും അത് മരുന്നാ. ഏറ്റവും നല്ല കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കിതാബുകൾ കാണാം. എന്താ ദുബാവു വബിത്തിഹ് മിനൽ ജന്ന. ഈ ചൊരക്ക എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നാണെന്നാണ് ആദരവായി തങ്ങൾ പഠിപ്പിക്കുക. ഇത് സ്വർഗത്തിൽ നിന്നുള്ളൊരു പച്ചക്കറിയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഈ ചൊരക്ക എന്ന് പറഞ്ഞാൽ എന്നിട്ട് നബിതങ്ങൾ പറയണം. മാത്രമല്ല, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ പ്രവാചകനാണ്. ഈ മാസത്തില് മുഹറം മാസത്തില് മുഹറം 10 ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൻ മത്സ്യത്തിന്റെ വായിൽ നിന്ന് 40 ദിവസത്തിന് ശേഷം പുറത്തു വന്നത്. ആ ദിക്റുകളൊക്കെ ചരിത്രം നമുക്കറിയാം. എന്നാൽ ആ പ്രവാചകൻ വളരെ ശോഷിച്ച് വളരെ മെലിഞ്ഞ് ശാരീരികമായി വളരെ അസ്വസ്ഥതയിൽ അനുഭവപ്പെട്ടപ്പോ അള്ളാഹു താല യൂനുസ് നബിയുടെ ശരീരത്തിന്റെ ആരോഗ്യം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല മുളപ്പിച്ചു കൊടുത്തതാണ് ഈ ചൊരക്ക എന്ന് പറഞ്ഞ്. അത് തണലിട്ട് കൊടുത്തിട്ടുണ്ട് യൂനുസ് നബിക്ക്. അതുമല്ല, ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപകരിച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ധാരാളം സ്ഥലത്ത് നിവിധങ്ങൾ ചൊരക്കയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചൊരക്ക എന്നുള്ളത് വിട്ടുമാറാത്ത തലവേദനക്ക് അത് മരുന്നാണ്. കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾക്ക് അത് മരുന്നുണ്ട്. അതേപോലെ തന്നെ ബുദ്ധി വികസിക്കുന്നതിന് ചൊരക്ക നല്ലതാണ്. അതേപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് പുറപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ചൊരക്ക നല്ലതാണ്. എന്നുകൊണ്ട് ഒരുപാട് എണ്ണി പറയുന്ന കിതാബുകൾ കാണാം. ധാരാളം മരുന്നുകൾ, അത് ഉപയോഗിക്കേണ്ട വിധമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ ചൊരക്ക കണ്ട വിട്ട് കളയല്ലേ. ചൊരക്ക എന്നുള്ളത് ഏറ്റവും നല്ല മരുന്നാണ് എന്ന് മനസ്സിലാക്കുക. ഹബീബായ തിരുദൂതരെ പഠിപ്പിച്ചതെന്നാണ്. അല്ലാഹു തആല പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.